ഹായ് ഓൾ, വെൽക്കം ടു CC ബാങ്ക്. ഞാൻ മുഹമ്മദ് ഫാരിസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. നിങ്ങളുടെ പരീക്ഷയിൽ 2 to 5 മാർക്ക് വരെ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് നിന്ന് ചോദിക്കാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്ന മാർക്കുകളാണ് ഇത്തരം കറണ്ട് അഫയേഴ്സ് ടോപ്പിക് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ജനറൽ ആയിട്ട് പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അത്തരം കാര്യങ്ങളിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, 2024 ഓഗസ്റ്റ് മാസത്തിൽ പ്രഖ്യാപിച്ച സംസ്ഥാന അതുപോലെ തന്നെ ദേശീയ ഫിലിം അവാർഡ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ പോയിന്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 54ാമത് ആ ഒരു വർഷം കൂടി നമ്മളൊന്ന് എത്രാമത്തെ തവണയാണെന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ചിലപ്പോൾ 54ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ്സിൽ മികച്ച നടനാര് അല്ലെങ്കിൽ മികച്ച ചലച്ചിത്രം ഏത് എന്നുള്ള ചോദ്യം വന്നാൽ നമ്മളിപ്പം വർഷം വെച്ച് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ എത്രാമത്തെ അവാർഡാന്ന് നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമുക്ക് ആ ഒരു മാർക്ക് നഷ്ടമാവും. അപ്പൊ അതുകൊണ്ട് എത്രാമത്തെ തവണയാണ് എന്നതുകൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ വർഷം 2024 ഓഗസ്റ്റിൽ പ്രഖ്യാപിച്ചത് 54ാമത് കേരള ഫിലിം അവാർഡ്സ് ആണ്. അതുകൂടി നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. പിന്നെ ഒരു അവാർഡ്സ് ആകുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതും ഒഴിവാക്കേണ്ടതുമായ കുറച്ച് കാറ്റഗറികളുണ്ട്. ഇപ്പൊ മികച്ച നടനും മികച്ച നടിയൊക്കെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പക്ഷേ നമ്മൾ സിനിമ എന്ന് പറയുമ്പോൾ ഒരുപാട് അതിന്റെ പിന്നിൽ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിലെല്ലാം നിങ്ങൾ പഠിക്കേണ്ട ആവശ്യം. ഇപ്പൊ ലൈറ്റ് ആൻഡ് സൗണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ജനറൽ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ആദ്യം എന്ന് പറയുന്നത് മികച്ച ചിത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മികച്ച ചിത്രം ഏതാണ്? മമ്മൂട്ടിയൊക്കെ അഭിനയിച്ചിട്ടുള്ള, ജിയോ ബേബി സംവിധാനം ചെയ്തിട്ടുള്ള കാതൽ ദി കോർ എന്ന് പറയുന്ന സിനിമയാണ് മികച്ച ചിത്രമായിട്ട് 54ാമത് കേരള ഫിലിം അവാർഡ്സിൽ മികച്ച ചിത്രമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഏതാണ്? ജിയോ ബേബി ഡയറക്ട് ചെയ്തിട്ടുള്ള കാതൽ ദി കോർ ആണ് മികച്ച ചിത്രം എന്ന് പറയുന്നത്. മികച്ച രണ്ടാമത്തെ ചിത്രം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ആസ് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത്ര വലിയ ഇമ്പോർട്ടന്റ് ഇല്ല, ഒന്ന് അറിഞ്ഞിരിക്കുക. മികച്ച രണ്ടാമത്തെ ചിത്രം ഏതാണ്? ഇരട്ട. രണ്ടാമത്തത് ഇരട്ട. ഇരട്ട എന്ന് പറയുമ്പോൾ രണ്ടാണല്ലോ. അപ്പോ മികച്ച രണ്ടാമത്തെ ചിത്രം ഏതാണ്? ഇരട്ടയാണ്. അതിന്റെ സംവിധാനം ആരാണ്? രോഹിത് MG കൃഷ്ണനാണ്. രോഹിത് MG കൃഷ്ണനാണ് മികച്ച രണ്ടാമത്തെ ചിത്രമായുള്ള ഇരട്ടയുടെ സംവിധായകൻ. അത്ര വലിയ ഇമ്പോർട്ടന്റ് ഇല്ല, പക്ഷെ മികച്ച ചിത്രം നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മികച്ച നടൻ ആൻഡ് നടി എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ മികച്ച നടി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മലയാള സിനിമയിലെ നായികയായിട്ടുള്ള ഊർവശി ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന ചിത്രത്തിലെ മികച്ച അഭിനയത്തിനാണ്. നിങ്ങൾ ആ ചിത്രം കൂടി ആ ഒരു ചിത്രത്തിനെ കുറിച്ചുകൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ബിക്കോസ് ചിലപ്പം ചോദിക്കാം ഏത് സിനിമയിലെ അഭിനയത്തിനാണ് മികച്ച നടിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. ആ രീതിയിലുള്ള ചോദ്യവും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ അതുകൊണ്ട് മികച്ച നടി ആരാണ്? ഊർവശിയാണ് ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന ചിത്രത്തിന്. അതുപോലെ ബീന ആർ ചന്ദ്രൻ തടവ് എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിനാണ് ബീന ആർ ചന്ദ്രൻ എന്ത് ലഭിച്ചത്? മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചത്. അതുപോലെ മികച്ച നടൻ ആരാണ്? പൃഥ്വിരാജ് സുകുമാരൻ. അതെല്ലാവർക്കും അറിയാം. നമ്മൾ പ്രതീക്ഷിച്ചതും കിട്ടാൻ ഏറ്റവും കൂടുതൽ അർഹനായിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ആടുജീവിതം എന്ന് പറയുന്ന സിനിമയിലെ പൃഥ്വിരാജ്, അല്ലെ? അപ്പൊ പൃഥ്വിരാജ് ആണ് മികച്ച നടൻ. അത് നിങ്ങൾ ആരും മറക്കാൻ സാധ്യതയില്ല. പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവാർഡാണ്. മികച്ച നടൻ ആരാണ്? പൃഥ്വിരാജ്. സിനിമ എന്ന് പറയുമ്പോൾ ആടുജീവിതം. മികച്ച സംവിധായകനും ആ സിനിമക്ക് തന്നെയാണ്. ആടുജീവിതത്തിന്റെ സംവിധായകനായിട്ടുള്ള ബ്ലെസ്സിയാണ് മികച്ച സംവിധായകൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഇതിലിപ്പോ മികച്ച ചിത്രം നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അതിന്റെ സംവിധായകനെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ മികച്ച നടി, മികച്ച നടൻ, മികച്ച സംവിധായകൻ, ഇതൊക്കെ വളരെ കോർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ചലച്ചിത്ര അവാർഡ്സ് പ്രഖ്യാപിക്കുന്ന സമയത്ത്. അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി മികച്ച നവാഗത സംവിധായകൻ, അതായത് ന്യൂ ഡയറക്ടർ എന്നൊക്കെ പറയത്തില്ലേ, അത് ഫാസിൽ റസാഖ്. തടവ് എന്ന് പറയുന്ന ബീന ആർ ചന്ദ്രന് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ച തടവ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ സംവിധായകനാണ് ആര്?
ഫാസിൽ റസാഖ്, അദ്ദേഹമാണ് മികച്ച നവാഗത സംവിധായകനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. മികച്ച ജനപ്രിയ ചിത്രം ഏതാണ്? ആടുജീവിതമാണ്. അപ്പൊ ആടുജീവിതത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത്തവണ 2024 സംസ്ഥാന ചലച്ചിത്രമേളയിൽ കൊടുത്ത അവാർഡുകളിൽ ഏറ്റവും കൂടുതൽ അവാർഡ് ലഭിച്ച സിനിമയാണ് ഇത് ആടുജീവിതം എന്ന് പറയുന്നത്. സോ മികച്ച ജനപ്രിയ ചിത്രം ഏതാണ്? ആടുജീവിതം ആണ്. അതുപോലെ മികച്ച കലാമൂല്യമുള്ള ചിത്രം ഏതാണ്? അതും ആടുജീവിതമാണ്. അപ്പോൾ ആടുജീവിതം ഒരുപാട് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 വർഷം തൊട്ട് കൊണ്ടുവന്ന പുതിയൊരു കാറ്റഗറി ആയിരുന്നു ട്രാൻസ്ജെൻഡർ കാറ്റഗറിയിൽ ഉള്ള കാരണം പ്രധാനമായിട്ടും കേരളം ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന, അവർക്ക് അവരെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പല കാര്യങ്ങളും നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നായിട്ടും നടപ്പാക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ സ്ത്രീ എന്ന് പറയാൻ പറ്റത്തില്ല, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനുള്ള പ്രത്യേക പുരസ്കാരം ആർക്കാണ്? ശാലിനി ഉഷാദേവി എന്നെന്നും എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിന് ശാലിനി ഉഷാദേവി, ഇത് ഒരു 2 വർഷം മുൻപ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയൊരു കാറ്റഗറിയാണ്. അപ്പൊ അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ശാലിനി ഉഷാദേവി എന്ന് പറയുന്ന നടിക്ക് മികച്ച എന്നെന്നും എന്ന് പറയുന്ന ചിത്രത്തിനാണ് മികച്ച ട്രാൻസ്ജെൻഡർ കാറ്റഗറിയിലെ അഭിനയത്തിന് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ ജൂറി അധ്യക്ഷൻ, അതായത് ഈ ഒരു അവാർഡൊക്കെ പ്രഖ്യാപിക്കുന്ന, തീരുമാനിക്കുന്ന ഒരു ജൂറി ഉണ്ടാവും, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അതിന് അധ്യക്ഷൻ ആരായിരുന്നു? സുധീർ മിശ്രയായിരുന്നു. സുധീർ മിശ്രയാണ് ഇതിന്റെ അധ്യക്ഷൻ. അതും പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ്, 54ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 2024 ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അതുപോലെ നെക്സ്റ്റ് നമ്മൾ ദേശീയ തലത്തിലോട്ട് പോവാണ്. ഈ ഒരു പ്രത്യേകത, ഈ ഒരു ദേശീയ ചലച്ചിത്ര അവാർഡിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിന് അഭിമാനിക്കാൻ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച ഒരു വർഷമായിരുന്നു ഇത്. കാരണം മലയാളം സിനിമക്ക് ഒരുപാട് അവാർഡുകൾ, മികച്ച ചിത്രം ആട്ടം എന്ന് പറയുന്ന സിനിമയായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ മലയാളത്തിന് ഒരുപാട് അവാർഡുകൾ ലഭിച്ച ഒരു ദേശീയ അവാർഡ് ചടങ്ങായിരുന്നു ഇക്കൊല്ലത്തെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം, നമുക്ക് ഓരോ കാറ്റഗറി ആയിട്ട് നോക്കാം. ബെസ്റ്റ് ഫീച്ചർ ഫിലിം ഏതാണ്? ആട്ടം. ബെസ്റ്റ് ഫീച്ചർ ഫിലിം ആട്ടം, ആനന്ദ് ഏകർഷി. ബെസ്റ്റ് ഫീച്ചർ ഫിലിം ആട്ടം, ആനന്ദ് ഏകർഷിക്കാണ്. ആനന്ദ് ഏകർഷിയാണ് ഈ ആട്ടം എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ. അടുത്തത് മികച്ച നടൻ. മികച്ച നടൻ ആരാണ്? ഋഷഭ് ഷെട്ടി, അല്ലെ? കാന്താര എന്ന് പറയുന്ന ചിത്രത്തിലെ മികച്ച അഭിനയത്തിന് ഋഷഭ് ഷെട്ടിക്ക് എന്താണ് മികച്ച നടനുള്ള പുരസ്കാരം തേടിയെത്തുകയാണ്. അതുപോലെ മികച്ച നടി എന്ന് പറയുന്നത് നിത്യ മേനോനാണ്. തിരുച്ചിത്രമ്പലം എന്ന് പറയുന്ന ഒരു സിനിമയിലെ അഭിനയത്തിനാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം നിത്യ മേനോന് ലഭിക്കുന്നത്. ഒരാൾക്ക് മാത്രമല്ല, 2 പേർക്ക് ലഭിക്കുന്നുണ്ട്. മനാസി പരേക്ക്, കച്ച് എക്സ്പ്രസ് എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിന് മനാസി പരേക്കിനും മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ബെസ്റ്റ് ഡയറക്ടർ ആണ് സൂരജ് ബർജാത്യ എന്ന് പറയുന്നത്. ഊഞ്ചായ് എന്ന് പറയുന്ന ഫിലിമിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ ആരാണ്? AR റഹ്മാനാണ്, അല്ലെ? അപ്പോൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അവാർഡ് ഞാൻ ഇവിടെ പറയാൻ കാരണം. അത്രത്തോളം ഇമ്പോർട്ടന്റ് അല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഇതൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. AR റഹ്മാൻ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അതുകൊണ്ടാണ് ഈ ഒരു അവാർഡ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയത്. അപ്പൊ ഇതൊക്കെയാണ് മികച്ച ഫീച്ചർ ഫിലിം. മലയാളത്തിനാണ് ആട്ടം. ഡയറക്ടർ ആരാണ്? ആനന്ദ് ഏകർഷി. ആട്ടത്തെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയുക. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊക്കെ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത ഏറെയാണ്. ഡയറക്ടർ ആരാന്നുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്നത് ഋഷഭ് ഷെട്ടി. അതുപോലെ ബെസ്റ്റ് ആക്ട്രസ് 2 പേരാണ്, നിത്യ മേനോനും മാനസി പരേക്കും. ബെസ്റ്റ് ഡയറക്ടർ എന്ന് പറയുന്നത് സൂരജ് ബർച്ചാത്യ എന്ന് പറയുന്ന വ്യക്തിയാണ്. ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ ആരാണ്? AR റഹ്മാനാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു മലയാളത്തിന് ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച ഒരു ദേശീയ പുരസ്കാരമാണ് 2024 എന്ന് പറയുന്നത്. 70ാമത് ദേശീയ പുരസ്കാരമാണ് ഈ വർഷം കൊടുത്തത് കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നിരുന്നു. ജസ്റ്റ് ഓർത്തിരിക്കുക, 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളാണ് ഈ വർഷം നൽകിയിട്ടുള്ളത്.
ഇപ്പോ ബെസ്റ്റ് എഡിറ്റിംഗ് ഏതാണ്? ആട്ടമാണ്. ബെസ്റ്റ് സ്ക്രീൻ പ്ലേ, തിരക്കഥ ഏതാണ്? ആട്ടമാണ്. ഓക്കെ, ബെസ്റ്റ് എഡിറ്റിംഗ്, ബെസ്റ്റ് സ്ക്രീൻ പ്ലേ ഇതൊക്കെ ആട്ടമാണ്. ആട്ടത്തിന്റെ ഡയറക്ടർ ആരാണ്? ആനന്ദ് ഏകർഷിയാണ്. ഇനി ബെസ്റ്റ് ഫീമെയിൽ പ്ലേബാക്ക് സിംഗർ ബോംബെ ജയശ്രീ ഫ്രം സൗദി വെള്ളക്ക. ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ എന്താ, നമ്മൾ എന്തുകൊണ്ടാണ് ഈ ബെസ്റ്റ് ഫീമെയിൽ പ്ലേബാക്ക് സിംഗറിനെ പഠിച്ചത്? കാരണം അത് മലയാളത്തിനാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ആരാണ് അത്? സൗദി വെള്ളക്ക എന്ന് പറയുന്ന സിനിമയിലെ ബോംബെ ജയശ്രീ എന്ന് പറയുന്ന ഒരു പ്ലേബാക്ക് സിംഗറിനാണ്, ഫീമെയിൽ പ്ലേബാക്ക് സിംഗറിനാണ് മികച്ച ബെസ്റ്റ് ഫീമെയിൽ പ്ലേബാക്ക് സിംഗർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ അവാർഡ് ലഭിക്കുന്നത്. ബെസ്റ്റ് മലയാളം ഫിലിം സൗദി വെള്ളക്ക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ബെസ്റ്റ് മലയാളം ഫിലിം സൗദി വെള്ളക്ക, ഓരോ ഭാഷയിലെയും മികച്ച ചിത്രം തിരഞ്ഞെടുക്കാറുണ്ട്. സോ അതില് ബെസ്റ്റ് മലയാളം ഫിലിം എന്ന് പറയുന്നത് സൗദി വെള്ളക്കയാണ്. മികച്ച ബാലതാരവും ഒരു മലയാളത്തിലെ ഒരു ബാലതാരമാണ് ശ്രീപദ്. ചിത്രം ഏതാണ്? മാളികപ്പുറം എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച ബാലതാരം ആൺ കാറ്റഗറിയിൽ, ഓക്കെ, ബോയ്സ് കാറ്റഗറിയിൽ ശ്രീപദിനാണ് മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ബെസ്റ്റ് നോൺ ഫീച്ചർ ഫിലിം പ്രൊമോട്ടിംഗ് സോഷ്യൽ ആൻഡ് എൻവിറോൺമെന്റൽ വാല്യൂസ് കച്ച് എക്സ്പ്രസ് എന്ന് പറയുന്ന, അതായത് മികച്ച പരിസ്ഥിതി ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന, അത് സാമൂഹികവും അതുപോലെ പരിസ്ഥിതിപരമായുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഫിലിമിനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ്? കച്ച് എക്സ്പ്രസ് എന്ന് പറയുന്ന സിനിമക്കാണ്. ഓക്കെ, അപ്പോ ഇവിടെ നാഷണൽ അവാർഡ്സുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇത് ആദ്യത്തെ 5 വളരെ കോർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ മലയാളത്തിലെ മികച്ച എഡിറ്റിംഗ്, മികച്ച സ്ക്രീൻ പ്ലേ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. കാരണം ആട്ടത്തിന് ലഭിക്കാത്ത പുരസ്കാരം ഏതാണ്? താഴെ പറയുന്നതിൽ ആട്ടം സിനിമയ്ക്ക് ലഭിക്കാത്ത പുരസ്കാരം ഏതാണെന്നൊക്കെ ചോദിക്കാം. അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം. അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക, മികച്ച മലയാള ചിത്രം സൗദി വെള്ളക്കയാണ്. ഓക്കെ, പിന്നെ പറയാനുള്ളത് CSEB ജൂനിയർ ക്ലർക്ക് കാഷ്യർ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. ഉടൻ എക്സ്പെക്ട് ചെയ്യും. ഈ ഒരു മാസത്തോടെ തന്നെ നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഒരു ഡിസംബർ അവസാന വാരത്തോടു കൂടി ഇതിന്റെ എക്സാം നടക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫുള്ളി ഈ ഒരു CSEB ക്ലർക്ക് കാഷ്യർ എക്സാമുമായി ബന്ധപ്പെട്ട ഒരു എക്സ്ക്ലൂസീവ് ബാച്ച് ആണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ തുടക്കം തൊട്ടേ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാലേ നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പരീക്ഷ നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റും. സോ നമ്മളൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ അഡ്മിഷനുള്ള പ്രീ ബുക്കിംഗ് ഒക്കെ അവൈലബിൾ ആണ്. സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് 8921440580 നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതുപോലെ നിരന്തരം പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഒക്കെ ഈ ഒരു ചാനലിൽ അവൈലബിൾ ആവും. അതുകൊണ്ട് നിങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് ഈ ചാനലിൽ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി, അത് കറണ്ട് അഫയേഴ്സ് മാത്രമല്ല മറ്റ് സബ്ജക്റ്റ് ആയാലും അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിലെ ഈ ഒരു ബെല്ലൈക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇനി ഏതൊക്കെ ടോപ്പിക്സ് ആണ് കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് കമന്റ് ചെയ്യുക. സോ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ മറ്റു പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.